നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആൻഡ്രോയിഡ് ഓട്ടോനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഓട്ടോനെ കുറിച്ച് സാധാരണഗതിയിലുള്ള കാര്യങ്ങളല്ല എന്ന് പറയാൻ പോകുന്നത്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്തേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, തമ്പനയിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, വീഡിയോസ് എങ്ങനെ നമുക്ക് കാറിൽ പ്ലേ ചെയ്യിക്കാം. അത് എക്സ്ട്രാ നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ കാറിലേക്ക് വീഡിയോ പ്ലേ ചെയ്യിക്കാം. എസ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള കാറുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി എന്താ പറയുക, കാർ സ്റ്റീരിയോസ് മേടിച്ച് വെച്ചിട്ടുള്ള ഇപ്പം ഗൂഗിൾ മാപ്പും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാർ സ്റ്റീരിയോസിൽ നമുക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. കമ്പനി സ്റ്റോക്കായിട്ട് തരുന്ന സ്റ്റീരിയോ, അതിനകത്ത് നമുക്ക് ഇതിനെങ്ങനെ ഹാക്ക് ചെയ്ത് വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഗ്രോ ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് കണ്ടന്റിൽ പോയാലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതെങ്ങനെ പോസിബിൾ ആവുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ A22 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് വർക്കൗട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോകേണ്ട വെബ്സൈറ്റ് ഞാൻ എന്തായാലും ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഈ വെബ്സൈറ്റ് ഇതൊരു ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ആണ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ പേര് എ സ്റ്റോർ എന്നുള്ളതാണ്, ആൻഡ്രോയിഡ് ഓട്ടോ സ്റ്റോർ. അപ്പോൾ നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവർ തരുന്നുണ്ട്. സോ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആപ്പിനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോപ്പപ്പ് വരും. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ആപ്പ് അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു 9 MB വരുന്ന ഒരു ആപ്പാണ്. ദെൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലോഗോ കാണാം, എ സ്റ്റോർ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി. ഇത് പ്രൈമറി ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ 2 ആപ്ലിക്കേഷൻ വേറെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് നമുക്കിനി നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻസ് കാണിച്ചു തരും ഇവർ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം കാർ ട്യൂബ് ആൻഡ് കാർ ട്യൂബ് കൺട്രോളർ. ഇത് രണ്ടുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാർ ട്യൂബാണ്. അപ്പോൾ കാർ ട്യൂബ് എടുക്കുക. കാർ ട്യൂബ് എടുക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഓട്ടോ ഇൻസ്റ്റാളാണ്. നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്ന വരെ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലേക്ക് പോവുക. ബാക്കിൽ പോകുമ്പോൾ ഈ കാർ ട്യൂബ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി കാണും. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ നമുക്കത് ഒരു ഇൻസ്റ്റാളർ പോപ്പപ്പ് വരും. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾഡ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. നമ്മുടെ എന്താ പറയുക, ആപ്പിൻ്റെ മെനുവിനകത്ത് ഈ ഒരു കാർ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ഓട്ടോ സ്റ്റോറിനകത്ത് നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതെന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതെന്തിനാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് നമുക്ക് വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്ത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ലെറ്റ്സ് ട്രൈ. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ. ഓക്കെ, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൺ. ഓക്കെ, ഡണ്ണായി. ഇനി നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ നമ്മളൊന്ന് റീകണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രൊസീഡ്, പെർമിഷൻ കൊടുത്തു, ഹലോ. ഓക്കെ, ഇപ്പം ഞാനിത് ഇത് എന്താ പറയുക, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് ഓട്ടോനെ നമ്മളൊന്ന് റീകണക്ട് ചെയ്യണം. അതായത് ആ വയർ വരെ ഒന്ന് റീകണക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി ഇതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിബിൾ ഐ മിറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഞാനത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ, ത്രിബിൾ ഐ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ അങ്ങനെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, കാർ സ്റ്റീരിയോൻ്റെ ഒരു ഇതിലേക്ക് നമുക്ക് പെയർ ചെയ്യിക്കാൻ പറ്റും.
അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഓഡിയോ സെറ്റിങ്സ്, പിന്നെ സൈഡ് ബാർ സെറ്റിങ്സ്, അങ്ങനെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഉപയോഗം കറക്റ്റായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നമ്മുടെ ഡാഷ്ബോർഡായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കത് അതും കൂടി എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് കാണുന്നത്, അതായത് നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആ സാംസങ്ങിൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാം. ജസ്റ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ എടുക്കുക, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ ഫുൾ മെനു ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം, യൂട്യൂബോ അതുപോലുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആകെയുള്ളത് യൂട്യൂബിൻ്റെ മ്യൂസിക്കാണ്, നമുക്ക് പാട്ട് കേൾക്കാൻ മാത്രം പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത കാർ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇവിടെ വന്നത് കണ്ടോ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കാർ ട്യൂബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് യൂട്യൂബ് ഇവിടെ ബ്രൗസ് ചെയ്യാം. ഇവിടെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സ്പീഡിനനുസരിച്ച് അത് പ്ലേ ആവും. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കുതിരാൻ ടണലിലേക്കാണ്. കുറച്ച് നാളായി തുറന്നിട്ട്, അപ്പോൾ എനിക്ക് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫുൾ നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് നമ്മുടെ കാറിൻ്റെ ബൈ ഡിഫോൾട്ട് കൺട്രോളിൽ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ദെൻ നമുക്കിനി ഹോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഹോം ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോമിലേക്ക് പോകാം. അപ്പോൾ ഈ കാർ പ്ലേ എന്ന് പറഞ്ഞിട്ട് കാർ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക സോഴ്സ് ഓഫ് പ്ലെയർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിലുള്ള കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ദെൻ പുതിയൊരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു മൂവി സോങ്, അതിന് മുമ്പ് ഞാൻ വോളിയം ഒന്ന് കുറയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സോങ്സ് സെർച്ച് ചെയ്യുകയാണ്. മലയാളം സോങ്സ് ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ മലയാളം സോങ്സ് കുറേ സോങ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു മൂവിയിലെ പാട്ട് സെലക്ട് ചെയ്തു. ദെൻ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഡാറ്റ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഇത് ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ മൂവിയിലെ സോങ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയാണ്. കണ്ടോ, ആ ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് ആ ഒരു മൂവിയിലത്തെ സോങ് വന്നിട്ടുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ആ റെസൊല്യൂഷനായിരിക്കും നമുക്ക് ഇതൊരു ഫുൾ സ്ക്രീൻ കിട്ടുന്നത്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സോങ്ങിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റെസൊല്യൂഷനിൽ ഇത് പ്ലേ ആവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊരു മീഡിയം ബ്രൈറ്റ്നസ്സിലായിരുന്നു, ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇപ്പം നമ്മളിതിനകത്ത് നമുക്ക് വീഡിയോ കാണാം. ഞാൻ മ്യൂസിക് ഓൺ ആക്കിയിട്ടില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ മ്യൂസിക് ഓൺ ആക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ വഴിയിലൊക്കെ നിർത്തിയിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് വീഡിയോസൊക്കെ കാണാൻ എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് പോകും. അത് പലതരത്തിലുള്ള അപകടങ്ങൾക്കും കാരണമാകും. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിസ്ക്ലെയിമറാണ്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ തുറക്കാൻ പോവുകയാണ്, ഈ ലോക്കൽ. അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ റിജക്റ്റ് ചെയ്യരുത് ഒരിക്കലും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ നമ്മളിതൊക്കെ കൺഫേം ചെയ്യുക. ജസ്റ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ എന്താണ് സെലക്ട് വാച്ച് ഓൺ കാർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇവിടെ താഴെ വരുന്ന സമയത്ത് ഇതാ കണ്ട ലോക്കൽ വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ കൊടുത്തു വെച്ചാണ്. ഇതാ ആ വീഡിയോ നമുക്കിവിടെ പ്ലേ ആയി. ആക്ച്വലി ഇതിൻ്റെ വോയിസൊക്കെ വരും, ഞാനിപ്പോൾ അത് മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും.
അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലും പോസിബിളാണ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യാം, നമ്മുടെ ഫോണിലുള്ള ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ എന്താ പറയുക മിററിങ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന് അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് മിറർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തുറന്നു. ത്രിബിൾ എ മിറർ, ഡബിൾ എ മിറർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനൊരു ഇത് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ ഓക്കെ കൊടുക്കണം. സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സാക്ട്ലി ഈ സ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് കാണുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ മാറ്റണതിനനുസരിച്ച് അവിടെ മാറുന്നത് കണ്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊരു യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ എന്താണോ ഞാൻ തുറക്കുന്നത് ആ ഒരു സംഭവമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പിന്നെ ഞാനത് വൈഡാക്കി കഴിഞ്ഞാൽ അതാ കണ്ടോ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തേക്കാം കേട്ടോ, കാരണം കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന സെയിം സാധനം തന്നെയാണ് അവിടെ കാണുന്നത്. പക്ഷെ നമുക്കിതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻ ഓഫ് ചെയ്താൽ അവിടെ അത് ഓഫ് ആവും. പക്ഷെ നമുക്ക് സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് സൈഡിൽ വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇതിനകത്തിട്ടിട്ട് കുത്തി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ കാറിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തോ എന്താണ് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ ഉപയോഗിക്കുന്നത് എക്കോസ്പോർട്ടാണ്. എക്കോസ്പോർട്ടിനകത്ത് ഇത് 100% വർക്കിംഗ് ആണ്. സിങ്ക് 3 ആണ് എക്കോസ്പോർട്ടിനകത്ത് വന്നിട്ടുള്ള ഡിവൈസ്. അപ്പോൾ നിങ്ങൾ കിയോ അതേപോലെ വാട്ടെവർ ഏത് കാറാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, ദെൻ എൻജോയ് ഇറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.